പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലാണുള്ളത്. ഈ സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ ഈ സിഗ്നൽ മലയാളികൾ പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. കാരണം ഒരു KSRTC ബസ് അന്നത്തെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ തടയുന്നു. അതിനുശേഷം അത് വലിയ വിവാദങ്ങൾക്ക് വഴിത്തിരിവ് ഉണ്ടാക്കുന്നു. KSRTCയുടെ അന്നത്തെ താൽക്കാലിക ഡ്രൈവറായിരുന്ന യദു അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടുന്നു. അതും ഇതുപോലൊരു മെയ് ദിനത്തിന് തലേന്നാണ് എന്നുള്ളതാണ്. തൊഴിലാളി ദിനത്തിന് തലേന്നാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. ഈ വർഷങ്ങൾ പിന്നിടുമ്പോൾ യദു വീണ്ടും മെയ് ദിനത്തിൽ സാഫല്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും INTUCയിൽ ചേർന്നിരിക്കുകയാണ് യദു എന്നുള്ളതാണ്. യദു പുതിയൊരു തുടക്കം. ഈ സ്ഥലം യദുവിന് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല, മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. എന്റെ ജീവിതം തൊലച്ച സ്ഥലമാണ് ആ സിഗ്നൽ. ആ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ജീവിതം തൊലച്ച സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ സ്ഥലം എനിക്ക് മറക്കാൻ പറ്റില്ല. അതുമല്ല, ഞാൻ പഠിച്ച വിദ്യാലയമാണ്, യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ പഠിച്ചതും. ഇവിടെ വർഷങ്ങളായിട്ട് പരിചയക്കാരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഈ രണ്ട് സ്ഥലത്തിന് നടുക്ക് അയ്യങ്കാൾ ഹാളിന്റെ മുന്നിൽ വെച്ച് INTUCയിൽ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇപ്പൊ നമ്മുടെ ഈ വിഷയം നടന്നപ്പോഴത്തേക്ക് ഒരു സംഘടനയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ പിൻബലത്തിൽ നിന്നില്ലെങ്കിൽ അത് നമുക്ക് നേരെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ രീതികളും കാര്യങ്ങളും ഒക്കെ. CIT അംഗമായിരുന്നു, അത് എന്റെ ഇപ്പോഴും ഉണ്ട്. CITന്റെ കാർഡ് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കളയുന്നില്ല, ഇരിക്കട്ടെ. നമ്മുടെ ഒരു ഇതാണ് നമ്മുടെ കാർഡ്. എന്നിട്ടാണ് ഈ BJP കാരനാണ് തന്നെ പറഞ്ഞത്. ഇത് 10 വർഷം, 10 വെച്ചാൽ 2010 തൊട്ടുള്ളത്. പുതിയ കാർഡ്, ഇപ്പോഴത്തെ പുതിയ കാർഡ് INTUCന്റെ കാർഡ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അത് കാർഡ് ആണ് കാർഡ്. INTUCയിൽ ഒരു തൊഴിലാളിയായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോ യദു നിലവിൽ നേരത്തെ സ്വിഗ്ഗി സൊമാറ്റോ ഓൺലൈൻ ഡെലിവറി ഓടിയിരുന്നു, പിന്നീട് വീണ്ടും പ്രൈവറ്റ് ബസ്സിലേക്ക് മാറി. പറയാൻ കാര്യം സ്വിഗ്ഗി സൊമാറ്റോ ഓടിക്കൊണ്ടിരുന്നെന്ന് വെച്ചാൽ ഞാൻ ഓടി ഒരു 3 മാസത്തോളം ഓടി ഒരുവിധം പൈസയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് മുടവമുകൾ വാർഡ് ആ ഭാഗത്താണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ അതുമല്ലാതെ ഓർഡർ കുറവായിരുന്നു. അപ്പോഴൊക്കെ പെരുന്നാളായപ്പോൾ പിന്നെ ഓർഡർ കുറവായതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെയും ബസ്സിൽ കയറി അങ്ങനെയാണ് പിന്നെയും ബസ്സിൽ വന്നത്. ബസ്സിൽ വന്നിട്ടും പിന്നെയും ഓരോ ബസ് ഓടാൻ സമ്മതിക്കാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടാൻ ഇപ്പൊ ജോലി ചെയ്ത് ജീവിക്കാനെന്ന് തൊഴിലാളി ദിനത്തിന്റെ അന്ന് ഇതേപോലെ ഒരു 3 വർഷം മുമ്പുള്ള മെയ് ദിനത്തിന്റെ അന്നാണ് എനിക്ക് ഇവിടെ വെച്ച് ജോലി നഷ്ടമാവുന്നത്. കേസും കാര്യങ്ങളൊക്കെ ഏതുവരെയായി? യദുവിന് നീതി ലഭിക്കും? ഇപ്പൊ ഓരോന്ന് നമ്മള് അവരെ വക്കീല് പഴയ മേയറായിരുന്ന ആര്യയുടെ വക്കീലും പിന്നെ കണ്ടക്ടർ സുബിന്റെ വക്കീലും ഹാജരായിട്ടുണ്ട്. ബാക്കി 4 പേര് ഹാജരായിട്ടില്ല. അപ്പൊ അത് ഈ പ്രാവശ്യം കേസ് വെച്ചിരുന്ന 27-ാം തീയതിയിലോട്ട് പിന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ മാസത്തിന്റെ അടുത്ത മാസം. അതായത് ഇപ്പോൾ ഫലങ്ങളൊക്കെ പറയുന്നത് ഒരു ഭരണമാറ്റം ഉണ്ടാവുന്നതാണ്. അപ്പോ യദുവിന് നീതി ലഭിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറി കാർഡിന് തിരിച്ചു കിട്ടും. നീതി കിട്ടുള്ളൂ എന്നുള്ള തന്നെയാണ്. അത് ഉറപ്പിച്ച് പറയാം. എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഭരണം ഇരിക്കുമ്പോ തന്നെ ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്യാതെ എന്നെ പിന്നെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേനെക്കാട്ടി ഇവർക്കെതിരെ ഒരു ചെറിയ നടപടി പോലും ഇല്ല. അതായത് നിങ്ങൾ കണ്ടതാണ്, 1ഉം 2ഉം മെയിൻ പ്രതികളെ ഒഴിവാക്കിയിട്ട് ഇവിടുത്തെ കൺട്രോൾമെന്റ് പോലീസുകാർ കേസെടുത്തിട്ടുള്ളത് ആണ് അവസ്ഥ. അപ്പം നീതി കിട്ടണമെങ്കിൽ ഭരണമാറ്റം വരണം. ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറി കാർഡൊക്കെ ഈ പുതിയ ഭരണ സംവിധാനത്തിന് കീഴിൽ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? ജോലി തിരിച്ചു കിട്ടും? എന്തായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മെമ്മറി കാർഡ് പോയത് തന്നെയല്ലോ, അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇവിടെയാണ് ആ ആള് നിൽക്കുന്നതിന്റെ അവിടെയാണ് ബസ് ഇട്ടിരുന്നത്. ഞാൻ ആ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെയാണ് ബസ് കിടന്നത്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു നീ അത് നോക്കണ്ട, ബസ് അവിടെ കിടക്കണമെന്ന് പറഞ്ഞു. ബസ് അവിടെ വെച്ച് വിഷയം ഉണ്ടായി. ഈ റോഡ് ക്രോസ് ചെയ്താണ് ഇങ്ങനെ ഇട്ടെ. അപ്പൊ അവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. അതിനെ ഇപ്പോഴാണ് അങ്ങോട്ട് തിരിച്ചു വെച്ചത്. നേരത്തെ ഇങ്ങോട്ടാണ് ഇരുന്നത്. അപ്പോഴും നമുക്ക് വേണമെങ്കിൽ എടുക്കായിരുന്നു. ആ ക്യാമറയുടെ വിഷ്വൽസ് എടുത്ത് ആരാണ് മെമ്മറി കാർഡ് എടുത്തതെന്നോ അതിന്റെ കാര്യം ഈ ക്യാമറയിൽ കിട്ടും, ആ വണ്ടിക്കകത്ത് ആരൊക്കെ കയറിയെന്ന്. പക്ഷെ എന്റെ ഈ കേസ് വന്നപ്പോ ഒരു ക്യാമറയും വർക്കിംഗ് ഇല്ല. അതാണ് അവസ്ഥ. ജോലിയിലേക്ക് തിരിച്ചു കയറാൻ പ്രതീക്ഷ ഉണ്ടാന്ന് ചോദിച്ചാൽ ഭരണം മാറ്റം. അത് ഇലക്ഷൻ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇലക്ഷന്റെ റിസൾട്ട് 4-ാം തീയതി കഴിയുമ്പോൾ, ഇലക്ഷൻ കഴിഞ്ഞാലല്ല 4-ാം തീയതി കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് മുമ്പോട്ട് അറിയാൻ പറ്റും. യദുവിനിപ്പോ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിലേ ആരായിരിക്കും യദുവിന്റെ കാഴ്ചപ്പാടിൽ മുഖ്യമന്ത്രി? രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, KC വേണുഗോപാലുണ്ട്. ഇതിൽ ആരാവണമെന്നാണ് യദുവിന്റെ ആഗ്രഹം? അങ്ങനെയൊന്നും എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. എനിക്കൊരു ജോലി കിട്ടണം, എനിക്ക് വലിയ മനസ്സമാധാനത്തിൽ ഒന്ന് ജീവിക്കണം, അത് മാത്രം മതി. അല്ലാതെ എനിക്ക് അവര് മുഖ്യമന്ത്രി ആയാലും അതിന്റെ അപ്പുറത്തുള്ള ഒരു മുഖ്യമന്ത്രി ആയാലും നമുക്ക് ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്.
ഇത് ആരായാലും നമുക്ക് ഭരണമാറ്റം വരണം അത്ര തന്നെ അതില് കാര്യം. ഇത് നേരത്തെ വലിയ സൈബർ ആക്രമണമൊക്കെ നേരിട്ടിരുന്നല്ലോ, ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ വണ്ടി ഓടിക്കുക ഇതേപോലെ തടസ്സം ചെയ്യുകയും ക്രോസ് വെക്കുകയും വീഡിയോ എടുപ്പുണ്ട്. അതാ മറ്റേ മേയറിന്റെ ഇടത് അടി കൂടിയോ എന്താ വിധി ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്നവരും. തെറ്റേണ്ടതിന് ഞാൻ അത് ഇത് പാർട്ടി ഭേദമന്യേ ഞാൻ പ്രതികരിക്കും. അതെന്റെ സ്വഭാവം, അതെന്റെ അച്ഛന്റെ സ്വഭാവം അങ്ങനെയാണ്. അതാണ് കാര്യം. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് ബ്ലഡിലുള്ളതാണ് കാര്യം. എന്തായാലും ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ നിന്നും യദു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ്. INTUC-യിൽ അംഗത്വം എടുത്തിരിക്കുന്നു. ഇനി INTUC-ന്റെ ഭാഗമായി മുന്നോട്ട് പോകും. പുതിയ സർക്കാരിലാണ് പ്രതീക്ഷ. പുതിയ സർക്കാർ വരുന്നതോടുകൂടി ജോലി കിട്ടും എന്നാണ് തന്റെ പ്രതീക്ഷ എന്നാണ് യദു പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചാങ്ങലിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.